ഇന്ത്യ പാക് സംഘർഷത്തിൽ ചൈന ഇടപെട്ടു എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ തന്നെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ചൈനയ്ക്ക് ഇതിനകത്തൊരു നിർണായക റോൾ ഉണ്ടായിരുന്നോ? ചൈന പരോക്ഷമായ പിന്തുണ നൽകിയിരുന്നു എന്നാണ് ഇതുവരെയൊക്കെ നമ്മൾ കരുതിയിരുന്നത്. അങ്ങനെയല്ല, ഒരു നേരിട്ടുള്ള പിന്തുണയും ഉണ്ടായിരുന്നു. അതായത് വ്യോമ പ്രതിരോധത്തിലും പിന്നെ ഉപഗ്രഹങ്ങൾ വഴി ഉപഗ്രഹ ചിത്രങ്ങളും ഒക്കെ കിട്ടുമല്ലോ, ഇന്ത്യയുടെ ഓരോ കേന്ദ്രം എവിടെയാണെന്നൊക്കെ. ഇതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നതും ഒക്കെ ചൈനയാണെന്ന് നമ്മുടെ പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലെ ഗവേഷണ ഗ്രൂപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് റഡാറുകൾ പിന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇതൊക്കെ പുനഃക്രമീകരിച്ചു കൊടുത്തു എന്ന് ചൈന. ഈ സംഘർഷ സമയമായപ്പോൾ പഹൽഗാം കഴിഞ്ഞിട്ട് തിരിച്ചടിക്കുന്ന ഉറപ്പാണല്ലോ. കുറച്ച് ദിവസങ്ങളുണ്ട്, ആ ദിവസം കൊണ്ട് അത്രയും ദിവസം കൊണ്ട് റഡാറുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇതൊക്കെ പുനഃക്രമീകരിച്ചു കൊടുത്തത് ചൈനയാണ് എന്നാണ് സെൻറ്റർ ഫോർ ജോയിൻറ്റ് വാർഫെയർ സ്റ്റഡീസ് ഡയറക്ടർ ജനറൽ അശോക് കുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൻ്റെ അംഗങ്ങളിൽ പെടുന്ന ആളാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ പോലുള്ളവർ, പേട്രൺസ്, രക്ഷാകർത്താക്കളെ സ്ഥാനത്തൊക്കെ ഉള്ളവർ. അപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്, പ്രത്യക്ഷമായി തന്നെ ചൈന പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു മിസൈൽ കൊടുത്തതോ ഒരു വിമാനം കൊടുത്തതോ അത് കുറെ കാലം മുമ്പ് വിൽക്കുന്നതാണല്ലോ. ഈ യുദ്ധത്തിൽ ഇടപെട്ടോ എന്നുള്ളതാണല്ലോ ചോദ്യം. ഈ യുദ്ധത്തിൽ ചൈന ഇടപെട്ടു പാകിസ്ഥാന് അനുകൂലമായി ഇത്രയും കാര്യങ്ങളിൽ. അതായത് റഡാറ്, വ്യോമ പ്രതിരോധ സംഭവങ്ങളൊക്കെ പുനഃക്രമീകരിച്ചു കൊടുത്തു. പിന്നെ ഉപഗ്രഹ സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഇതാണ് സെൻറ്റർ ഫോർ ജോയിൻറ്റ് വാർഫെയർ സ്റ്റഡീസ് ഡൽഹിയിൽ അതിൻ്റെ ഡയറക്ടർ ജനറൽ അശോക് കുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സേനാവിന്യാസം, ഇന്ത്യയുടെ ആയുധ വിന്യാസം ഇതൊക്കെ ഉപഗ്രഹങ്ങൾ വെച്ചറിയാമല്ലോ. എവിടെയൊക്കെ സൈനികരുണ്ട്, എവിടെയൊക്കെ റഡാറുകൾ വെച്ചിട്ടുണ്ട്, എവിടെയൊക്കെ മിസൈലുകൾ വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉപഗ്രഹങ്ങൾ നോക്കി പാകിസ്ഥാന് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങോട്ട് മിസൈൽ അയക്കുക, ഡ്രോൺ അയക്കുക എന്നൊക്കെ പറയുന്ന സംവിധാനം ഉണ്ടല്ലോ. ഇത് ചൈന ചെയ്തിരിക്കുന്നു. ഏപ്രിൽ 2 പഹൽഗാം സംഭവം നടന്നു. അത് കഴിഞ്ഞ് യുദ്ധ തുടക്കത്തിന് പിന്നെ 2 ആഴ്ചയോളം വന്നല്ലോ, 15 ദിവസം. ആ സമയത്ത് ഇന്ത്യക്ക് മുകളിലുള്ള ഉപഗ്രഹ കവറേജ് അത് ചൈന അത് പഠിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാറൊക്കെ പുനർവിന്യസിക്കേണ്ടിയിരുന്നു പിന്നീട് പാകിസ്ഥാന്. അതിന് ചൈന സഹായിച്ചു. അപ്പോൾ ആകാശത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇല്ലേ, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അല്ലെങ്കിൽ നമ്മൾ ആകാശത്ത് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളതൊക്കെ പഠിച്ച് നിരീക്ഷിച്ച് പാകിസ്ഥാന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പാകിസ്ഥാന് ചൈനയുടെ ആയുധങ്ങളുണ്ട് ധാരാളം. അതിൻ്റെ കൂടെ ലോജിസ്റ്റിക്കൽ ഇൻ്റലിജൻസ് സപ്പോർട്ട് ഈ യുദ്ധകാലത്ത് ചൈന കൊടുത്തു. ഇൻ്റലിജൻസ് സപ്പോർട്ട് അല്ലേ, നിരീക്ഷണ വിവരങ്ങൾ, ചാര വിവരങ്ങൾ, ലോജിസ്റ്റിക്കൽ അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റുക തുടങ്ങിയ ആയുധങ്ങൾ മാറ്റുക തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഈ നമ്മളീ പറഞ്ഞ സംഘടനയുണ്ടല്ലോ, സംവിധാനം, സെൻറ്റർ ഫോർ ജോയിൻറ്റ് വാർഫെയർ സ്റ്റഡീസ്, അതിൻ്റെ ഉപദേശക സമിതിയിൽ രാജ്നാഥ് സിംഗ് ഉണ്ട്, നമ്മുടെ 3 സൈനിക മേധാവികളും ഉണ്ട്. അപ്പോൾ ശരിയായ വിവരമാണ് ഈ വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. ഈ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ ഇന്നിപ്പോൾ ചൈനയിലാണുള്ളത്. അതും പ്രധാനമാണല്ലോ. അപ്പോൾ ചൈന സഹായിച്ചതിന് നന്ദി നേരത്തെ തന്നെ ഷഹബാസ് ഷെരീഫ് പറഞ്ഞാണ്. ചൈനയ്ക്കും തുർക്കിക്കും ഒക്കെ നന്ദി പറഞ്ഞാണ്. ഇത് കൂടുതൽ നന്ദി പറയാനും ഭാവിയിൽ എങ്ങനെയൊക്കെ വേണം പ്രതിരോധം എന്നറിയാനുമായിരിക്കും ഇഷാഖ് ദർ ഉടനെ വിദേശകാര്യമന്ത്രി ചൈനയിൽ പോയിരിക്കുന്നത്. അപ്പോൾ ചൈന എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധത്തിനെ ചൈനയുടെ ആയുധ പരീക്ഷണശാലയാക്കി മാറ്റുകയാണ് ചെയ്തത്.
ഇതാണ് നാം കണ്ടിരിക്കുന്നത്, ഇന്ത്യ കാണുന്നത്. അവർക്ക് കുറേ ആയുധമുണ്ട്, പാകിസ്ഥാന് കൊടുത്തിരുന്നു. ഇതെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണശാലയായിരുന്നു യുദ്ധം. പക്ഷെ ആ പരീക്ഷണത്തിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ശരാശരിക്ക് താഴെയാണ്, ബിലോ ആവറേജ് എന്നാണ് റിപ്പോർട്ടുകളിൽ തന്നെ പറയുന്നത്. J-10C വിമാനം അല്ലേ, PL-15 മിസൈല്, എയർ ടു എയർ മിസൈല്. അപ്പോൾ ഈ യുദ്ധം കൊണ്ട് ആശ്വാസം കിട്ടിയ ഒരു രാജ്യമുണ്ട്. ഏതാണെന്നറിയോ? തായ്വാൻ. ശ്രദ്ധ മുഴുവൻ ഇങ്ങോട്ടേക്ക് മാറി. ശ്രദ്ധ മാറിയത് മാത്രമല്ല, തായ്വാനെതിരെ ഇവർ പ്രയോഗിക്കാൻ പോകുന്ന ആയുധങ്ങൾ മുഴുവൻ ഉച്ചാളിയാണെന്ന് തായ്വാനും ബോധ്യപ്പെട്ടല്ലോ. തായ്വാന് അമേരിക്ക ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഇനിയും പുതിയ ആയുധങ്ങൾ കൊടുക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ചൈനയുടെ കയ്യിലിരിക്കുന്ന മുഴുവൻ പൊട്ടാത്ത പടക്കമാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. തായ്വാന് വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്നും ആയുധം വാങ്ങിക്കാം എന്നുള്ളൊരു തോന്നലും ഉണ്ടായി കാണും. യുദ്ധം കൊണ്ട് വലിയ ആശ്വാസം തായ്വാന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലഫ്റ്റനന്റ് ജനറൽ സുമേർ ഇവാൻ ഡി കുഞ്ഞ, ഡയറക്ടർ ജനറൽ ആർമി ഡിഫൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം വന്നിട്ടുണ്ട്. ഡയറക്ടർ ജനറൽ ആർമി ഡിഫൻസ്, പട്ടാള പ്രതിരോധത്തിൻ്റെ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ സുമേർ ഇവാൻ ഡി കുഞ്ഞ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സൈനിക ശേഷി കൊണ്ട് പാകിസ്ഥാനെ മൊത്തത്തിൽ തകർത്ത് കളയാൻ കഴിയുമായിരുന്നു. റാവൽപിണ്ടിയിൽ നിന്ന് ആ സ്ഥാനം അവർക്ക് മാറ്റാമായിരുന്നു. വേണമെങ്കിൽ ബലൂചിസ്ഥാനിലേക്കൊക്കെ ആ സ്ഥാനം മാറ്റാം. എന്നാലും പോയി ഒളിക്കാനായിട്ട് വേറെ വലിയ കുഴിയും കണ്ടെത്തേണ്ടി വരുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒളി സങ്കേതം വേറെ, ചിലപ്പോൾ വേറെ രാജ്യത്തേക്കൊക്കെ പോകേണ്ടി വരും, തുർക്കിയിലേക്കോ മറ്റോ ഇറാനിലേക്കോ മറ്റോ. അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ല, വേറെ ഒളിവിടം കണ്ടെത്തേണ്ടി വരുമായിരുന്നു പാകിസ്ഥാനെ മൊത്തം തകർത്ത് കളയുമ്പോൾ. അപ്പോൾ നമ്മുടെ റേഞ്ചിൽ പാകിസ്ഥാൻ മൊത്തം ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ ആയുധ റേഞ്ചിൽ, ഏത് പാകിസ്ഥാൻ്റെ അകത്തേക്ക് പോകാതെ തന്നെ നമ്മുടെ ആയുധ റേഞ്ചിൽ ജമ്മു കാശ്മീരിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഒക്കെ കൊണ്ടുവച്ചാൽ മതി, എന്നിട്ട് പൊട്ടിച്ചാൽ മതി, പാകിസ്ഥാൻ കൃത്യമായിട്ട് തകർന്നു പോകുമായിരുന്നു. അപ്പോൾ ഖൈബർ പക്തൂൺഖ്വയിലേക്ക് വേണമെങ്കിൽ ആ സ്ഥാനം മാറ്റാമായിരുന്നു, എന്നാലും നമ്മൾ തകർക്കുമായിരുന്നു എന്ന് ഈ കുഞ്ഞ പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടർ ജനറൽ. പാകിസ്ഥാൻ 800 മുതൽ 1000 വരെ ഡ്രോണുകൾ നമുക്കെതിരെ പ്രയോഗിച്ചതായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, 4 ദിവസം പടിഞ്ഞാറൻ അതിർത്തിയിൽ. അപ്പോൾ ഇതാണ് ഈ ചൈന ഇടപെട്ടോ എന്ന് ചോദിച്ചാൽ, 1965 യുദ്ധത്തിൽ ചൈന സിക്കിമിൻ്റെ ഭാഗത്ത് അതിർത്തിയിലൊക്കെ ഇടപെടുന്നതായിട്ട് അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ അത് പ്രചരണം മാത്രമാണ്. ഇന്ത്യയെ വെറുതെ ഇങ്ങനെ പ്രചരിപ്പിച്ച് എന്നെ പേടിപ്പിക്കാം എന്ന് ചൈന 1965 യുദ്ധകാലത്ത് കണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ സിക്കിം ഭാഗത്ത് കുറച്ച് മുന്നേറ്റം ചൈന നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സൈന്യത്തിന് അവിടെ തളച്ചിടാൻ കഴിയുമല്ലോ. അപ്പോൾ യുദ്ധം വേറെ സ്ഥലത്ത് പാകിസ്ഥാന് രൂക്ഷമായിട്ട് നടത്തുകയും ചെയ്യാം, നമ്മുടെ കുറേ സൈന്യത്തിന് വേറൊരു സ്ഥലത്ത് പിടിച്ചിടുകയും ചെയ്യാം. അതിന് ചൈന 1965 സഹായിച്ചിരുന്നു. 1971 പക്ഷെ അങ്ങനെ ഒരു സഹായം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ചരിത്രം. ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ ഇടപെടൽ അവർക്ക് ഒടുവിൽ സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു അല്ലേ? ഈ തെളിവുകളെല്ലാം പുറത്തുവിട്ട് നമ്മൾ ഇത്തരം ആരോപണമെല്ലാം ഉന്നയിക്കുമ്പോൾ ശരിയാണ്, ഞങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു എന്ന് പരസ്യമായി സമ്മതിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുന്നിൽ നാണം കെടുന്നതിന് തുല്യമല്ലേ? അവർക്കങ്ങനെ നാണക്കേടിൻ്റെ പ്രശ്നം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത ഈ കൗശലം പ്രയോഗിക്കുന്ന ഒരു രാജ്യമാണ് ഈ സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാന് കുറേ തല്ലിപ്പൊളി ആയുധം കൊടുത്തത് വെറുതെ അല്ലല്ലോ, കാശ് മേടിച്ചിട്ടാണ്. അതെ, കാശ് മേടിച്ചിട്ട്. ഇത് ഗുണമില്ല എന്നുള്ളത് തെളിഞ്ഞെങ്കിലും അവർക്ക് അവരുടേതായ വിപണിയും രാജ്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആയുധ വിപണിയിൽ വലിയ തിരിച്ചടി ആണ് അവർക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ടുള്ള ഒരു ഗുണം ഇന്ത്യയോട് കുറച്ച് മര്യാദയ്ക്ക് നിൽക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ ഞങ്ങൾക്ക് 50% ഒന്നും വേണ്ട, ഞങ്ങൾ നിക്ഷേപിക്കുക 26% മതി എന്ന് ടാറ്റ ഗ്രൂപ്പിനോടൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. പലതരം കച്ചവടത്തിനുമൊക്കെ, പലതരം പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനുമൊക്കെ. പിന്നെ അമേരിക്കയുടെ ഭീഷണി ഉള്ളത് കൊണ്ട് ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയോട് കുറച്ച് മര്യാദ
കാണിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള ആയുധങ്ങളുണ്ട് എന്നുള്ളത് ഈ യുദ്ധം നമ്മുടെ ഒരു മതിപ്പ് ഈ മേഖലയിലും വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ആഗോളതലത്തിലും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രതിരോധ മേഖലയിലും സൈനിക മേഖലയിലും നമ്മുടെ ഒരു ശക്തിയായി മാറി എന്ന് ചൈനയ്ക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കാണിച്ചു കൊടുക്കാനും പറ്റി. അതെ, പക്ഷെ ഈ യുദ്ധത്തിൽ ചൈന പങ്കെടുത്തില്ല, പാകിസ്ഥാൻ്റെ കൂടെ നിന്നില്ല, നിഷ്പക്ഷമായിരുന്നു എന്നുള്ള വാദങ്ങളിൽ കഴമ്പില്ല. അവർ മറ്റേ യുദ്ധം നടക്കുന്ന സമയത്തും പാകിസ്ഥാൻ്റെ, യുദ്ധം കഴിഞ്ഞപ്പോഴും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് സംസാരിച്ചിരുന്നത്. പിന്നെ നമ്മളെ മയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെപ്പോഴും ഭീകരതയ്ക്കെതിരാണ് എന്നൊരു വാചകം കൂടി പ്രസ്താവനയിൽ ചേർത്ത് വച്ചിരുന്നു. പക്ഷെ പലതരം സഹായങ്ങൾ ഗ്രൗണ്ടിൽ ചൈനയുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാന് കിട്ടി. ഇതാണ് നമ്മുടെ പട്ടാളം തന്നെ വെളിപ്പെടുത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.